ഇന്ന് ഞങ്ങൾ സ്റ്റാഫിലെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കൂടെ വർക്ക് ചെയ്യണ 2 സ്റ്റാഫ് ഇന്ന് ഇവിടുന്ന് പോവാട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കുറച്ച് സെൻഡ് ഓഫ് പാർട്ടി അത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓരോ സ്റ്റാഫ് പോകുമ്പോഴും നമ്മൾ സെൻഡ് ഓഫ് കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് 2 ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സെൻഡ് ഓഫ് ആണ് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് മൊമെൻറ്റോ 2 പേർക്കും ആദ്യം കൊടുത്തു. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ടിംഗ് ആണ്. ഇവർ രണ്ടാളും പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടം എനിക്കാണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ 2 അനിയത്തികൾ പോലെ ഇവർ രണ്ടാളും എനിക്കുണ്ടായിരുന്നത്. വലങ്കൈ ഇടങ്കൈ എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു. ആദ്യം ഭയങ്കര ജാടയാണെങ്കിലും പിന്നീടാണല്ലോ നമ്മൾ കമ്പനി ആവല്. അങ്ങനെ ആയിരുന്നു കേട്ടോ. എൻ്റെ സ്റ്റുഡൻ്റായി വന്ന ആൾക്കാരാണ് അവർ. പിന്നെ സ്റ്റാഫായി, എൻ്റെ സിസ്റ്റേഴ്സായി. അവർ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പോണതിൽ നല്ല പ്രയാസം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അടുത്ത പരിപാടി കേക്ക് കട്ടിംഗ് ആണ്. രണ്ടാളും ഭയങ്കര കുരുത്തക്കേടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറുപ്പായിട്ട് നടക്കുന്ന 2 ടീംസാണ്. ഈ വീഡിയോ കണ്ടാൽ തന്നെ അങ്ങ് മനസ്സിലാവും. പിടിച്ചുവലിയും തല്ലും കുത്തും ഒക്കെ നടക്കുന്ന ടീംസാണ്. അങ്ങനെയുള്ള നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആൾക്കാർ നമ്മളെ യൂണിറ്റ് നഷ്ടമാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ലോസ് തന്നെയാണ്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്ത് നമ്മളെല്ലാവരും കേക്ക് കഴിച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ വേഞ്ചോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കേക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു. നമ്മൾ അടുത്തുള്ള ഒരു കേക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ പേഷ്യൻ്റ് വക ട്രീറ്റ് ഇട്ടാ. വേറെ ഒന്നല്ല, കുനാഫ ആയിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ നാട്ടിൽ സൈൻലബ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അവിടെ നിന്നാണ് ഇവർ കുനാഫ വാങ്ങിയിട്ടുള്ളത്. ഒരു 5 ഫ്ലേവറോളം ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊഴികെ എല്ലാവരും കഴിച്ചുകൊണ്ട് കേട്ടോ. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷുഗർ കട്ട് ഡയറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വല്ലാതെ ഷുഗറൊന്നും കഴിക്കില്ല, അവോയ്ഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ കേക്കും കൂടി കഴിച്ചപ്പോൾ ആകെ മത്തായി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. പക്ഷേ കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പല ഫ്ലേവർ ആയതുകൊണ്ട് എല്ലാവരും അത് മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ മധുരം കഴിച്ചുകൊണ്ടാണ് എല്ലാവരും മത്തായി നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സെൻഡ് ഓഫ് പാർട്ടി ഇവിടെ അടിപൊളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.